Hi friends, welcome back to my channel. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ട് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡിഷാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ 1/2 കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റവയാണെങ്കിൽ നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. അതിൽ കൂടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിക്കിരിക്കണമെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്താലും മതി. നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗണും മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അതേ പാനിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇളക്കണം. നന്നായി വറുത്തെടുത്താൽ മാത്രമേ നമ്മുടെ കേസരി സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കളർ മാറി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റവ ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക. കട്ടയൊന്നും പിടിക്കാണ്ട് നന്നായി ഇളക്കണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നതാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ കേസരി തയ്യാറാക്കാൻ. അതായത് കുറച്ച് കട്ടിയായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേണം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യും. ഇതാണ് കറക്റ്റ് അളവ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നത് വരെ മിക്സ് ചെയ്യണം. അലിഞ്ഞ് ഇതെല്ലാം ഈ റവയോട് ചേർന്ന് വരും. നന്നായി പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേസരി ശരിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് ഫുഡ് കളറൊക്കെ ചേർക്കാം. പക്ഷേ അത് ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചേർക്കാത്തത്. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ മുന്തിരി അണ്ടിപ്പരിപ്പ് വയ്ക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മുടെ കേസരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മേലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം.
ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിൽ ദെൻ